തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് നേരിയ മുൻതൂക്കം. 13 UDF, സീറ്റില്ലാതെ BJP. സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമെന്ന് സതീശൻ. സംസ്ഥാനത്ത് 30 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF നേരിയ മുന്നേറ്റം നടത്തിയപ്പോഴും നേട്ടം UDFന്. 15 സീറ്റുകളിൽ LDFും 12 സീറ്റുകളിൽ UDFും മറ്റുള്ളവർ 3ഇടത്തും വിജയിച്ചു. 10ൽ നിന്നും 12ലേക്ക് UDFന്റെ സീറ്റ് വർദ്ധിച്ചു. UDFന് 2 സീറ്റ് വർദ്ധിച്ചപ്പോൾ LDFന് 3 സീറ്റുകൾ കുറഞ്ഞു. പായിപ്ര പഞ്ചായത്ത് 10ാം വാർഡ് UDF പിടിച്ചെടുത്തു. CPI അംഗം രാജിവെച്ചതിനെ തുടർന്നാണ് പായിപ്രയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. UDF സ്ഥാനാർത്ഥി സുജാത ജോൺ 162 വോട്ടുകൾക്കാണ് വിജയിച്ചത്. കോഴിക്കോട് പുറമേരി പഞ്ചായത്തിലെ കുഞ്ഞല്ലൂർ വാർഡ് LDFിൽ നിന്നും UDF പിടിച്ചെടുത്തു. UDF സ്ഥാനാർത്ഥി പുതിയോട്ടിൽ അജയനാണ് വിജയിച്ചത്. 20 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി സീറ്റ് പിടിച്ചെടുത്തത്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ കുമ്പഴ നോർത്ത് വാർഡ് വെറും 3 വോട്ടിനാണ് UDFന് നഷ്ടമായത്. ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ ദൈവമേട് വാർഡിൽ 7 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ കരുളായി ഗ്രാമപഞ്ചായത്തിലെ ചക്കിട്ടാമല വാർഡ് 397 വോട്ടിന് UDF വിജയിച്ചു. പാങ്ങോട് പഞ്ചായത്തിൽ പുലിപ്പാറ വാർഡിൽ SDPക്കാണ് ജയം. കോൺഗ്രസ് വാർഡാണ് SDPയെ പിടിച്ചെടുത്തത്. പൈങ്ങാട്ടൂർ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF വിജയം നേടി. LDF സ്ഥാനാർത്ഥി അമൽരാജ് 162 വോട്ടുകൾക്ക് വിജയിച്ചു. UDF അംഗം കൂറുമാറി അയോഗ്യയായതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്ത് ദൈവമേട് വാർഡ് LDF പിടിച്ചെടുത്തു. LDFിലെ ബീന ബിജു 7 വോട്ടുകൾക്ക് ജയിച്ചു. ഇതോടെ പഞ്ചായത്തിൽ ഇരുമുന്നണികൾക്കും 9 സീറ്റ് വീതമായി. നിലവിൽ UDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. അതിനിടെ സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിന് തെളിവാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടമുണ്ടാക്കാൻ കാരണമായതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇതുവരെ നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം UDFന് സീറ്റുകൾ വർദ്ധിച്ചിട്ടുണ്ട്. തുടർച്ചയായ ഈ വിജയങ്ങൾ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് കരുത്തേകുമെന്നും അദ്ദേഹം പറഞ്ഞു.